റിപ്പോർട്ട് ചാനൽ നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പിന് എൻ്റെ എല്ലാവിധ ആശംസ. നമുക്കറിയാപ്പോൾ ലഹരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയധികം കേരളത്തിൽ അത്രയധികം വന്നിരിക്കുകയാണ്. പക്ഷേ റിപ്പോർട്ട് ചാനൽ നല്ലൊരു ക്യാമ്പയിനാണ് നടത്തുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ക്യാമ്പയിനൊക്കെ വേണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർ വഴിതെറ്റി പോകണമാണ്. ഞാൻ പറയുന്നത് വെച്ചാൽ നല്ല സ്പോർട്സോ അവർക്ക് ഏത് ഇഷ്ടം ആ തിരഞ്ഞെടുത്താൽ മതി. തിരഞ്ഞെടുത്തത് അതിൻ്റെ പിന്നാലെ നടക്കുന്ന ലഹരിയൊന്നും ഇപ്പോഴത്തെ ഈ ഷോർട്ട് പീരീഡിനുള്ള ലഹരിയൊന്നും കിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ശ്രമിക്കുക പിള്ളേർ. ഇപ്പോൾ സ്കൂളിലായാലും നല്ല സ്പോർട്സിന് പോകണം, സമ്മതിച്ചു കൊടുക്കുക സ്പോർട്സിന് വിടാൻ. സ്പോർട്സ് ആയാലും ചിലപ്പോൾ പാട്ട് പാടാനാവും ഇഷ്ടം, അല്ലെങ്കിൽ പന്ത് കളിക്കാനാവും, അല്ലെങ്കിൽ അത്ലറ്റ്സ് ആവും, അല്ലെങ്കിൽ പടം വരയ്ക്കാനാവും. അതിന് വിട്ടാൽ മതി പിള്ളേരനെ. വീട്ടിൽ ബലമായിട്ട് പിടിച്ചിരുത്താണ്ട് അവർക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നമുക്ക് മാറി വ്യത്യസ്തമായിട്ട് പോകാൻ പറ്റും. നമുക്കൊരു ലഹരി ഇല്ലാത്തൊരു കേരളത്തിനെ കാണാൻ പറ്റാമെന്ന് നമുക്ക് നോക്കണം. പക്ഷെ ഭയങ്കരമായിട്ട് കൂടി വരാണ്. ഇപ്പോൾ ചെറിയ പിള്ളേരാണ് അതിൻ്റെ ഏറ്റവും വലിയ 10 വയസ്സും 15 വയസ്സായും നോക്കി കഴിഞ്ഞാൽ ആ പിള്ളേരാണ് ഇപ്പോൾ ഏറ്റവും അധികം ലഹരിയിൽ പെട്ടിട്ടുള്ളത്. അതൊന്നും പോകാണ്ടിരിക്കുക മക്കളെ നോക്കി നടക്കുക. ഓക്കെ.